ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇത് എത്രാമത്തെ പ്രാവശ്യം ഇൻട്രോ എടുക്കണമെന്ന് വെച്ചാൽ എനിക്കറിയില്ല. കുറേ ആയി ഇൻട്രോ എടുക്കുക. ഒരു അരമണിക്കൂറാണ് ഞാൻ ഈ ഇൻട്രോ എടുത്തോണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ശരിയാണല്ലോ. ഇനിയിപ്പോൾ ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഇത് ഞാൻ കുളിച്ചിട്ട് കെട്ടി വെച്ചേക്കണമെന്നൊന്നുമില്ല, മുടി ഒതുങ്ങിയിരിക്കാൻ വേണ്ടിയിട്ട് കെട്ടി വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് കുറച്ച് ഫോട്ടോസ് വീഡിയോസ് ഒക്കെ എടുക്കാറുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചൊരു കെട്ടി ചെയ്യാം. കണ്ടോ ഗൈസ്, എൻ്റെ പുതിയ ബ്ലൗസാണ് തയ്ച്ചു വന്നപ്പോൾ. മറ്റേ ഒപ്പനയ്ക്ക് പണ്ട് മണവാട്ടികളൊക്കെ ഇടുമ്പോഴത്തെ ബ്ലൗസ് പോലും കുഴപ്പമില്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് തയ്ക്കണം. ഒരു ഓണം ഗെറ്റോടി വിത്മയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എന്താവുമെന്ന് എനിക്കറിയില്ല. ഇതുപോലെ കുറേ ഗെറ്റോടി വിത്മ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്, പക്ഷേ അവസാനം ഒന്നും അപ്ലോഡ് ചെയ്യൂല. ഫസ്റ്റ് നമുക്ക് സ്കിൻ കെയർ ചെയ്യാം. ഫസ്റ്റ് ഞാനൊരു ടോണറാണ് അടിച്ചു. കുറച്ച് ദൂരെയാണ് സാധനങ്ങളൊക്കെ ഇരിക്കുന്നത്, അതുകൊണ്ടാണ് ഇനി എത്തണത്. ഫസ്റ്റ് മേക്കപ്പ് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ സ്കിൻ കെയർ ചെയ്യണം. ഒരു ടോണർ, ഒരു മോയ്സ്ചറൈസർ, ഒരു സൺസ്ക്രീൻ. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഭയങ്കര ആഡംബരമായിട്ട് മേക്കപ്പ് ചെയ്യാൻ പോകുന്നത്. എന്താവുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ, നമുക്ക് കണ്ടറിയാം. ദെൻ ഒരു മോയ്സ്ചറൈസർ. നമ്മൾ ഓരോ പ്രോഡക്റ്റ് ഇങ്ങനെ ഉപയോഗിക്കുന്നതോറും അതിന് ഉണങ്ങാൻ വേണ്ടിയിട്ട് സമയം കൊടുക്കണം. പക്ഷേ എനിക്ക് സമയമില്ലാത്തത് കൂടെ ഞാൻ കൊടുക്കുന്നില്ല. അടുത്ത് നമുക്ക് സൺസ്ക്രീൻ ഇട്ട് കൊടുക്കാം. സൺസ്ക്രീന് നിങ്ങൾ ഒഴിവാക്കരുത്. ഒഴിവാക്കിയാൽ എന്നെ പോലെ വെയിലത്ത് കരിഞ്ഞിരിക്കും. ഞാൻ സൺസ്ക്രീനാണ് ഇടൂല ഗൈസ്. പക്ഷെ ഇപ്പം കുറച്ച് ആഡംബരത്തിന് 3 ഫിംഗർ ഉള്ളൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. നമുക്ക് ഇങ്ങനെയൊക്കെ തേച്ച് മുട്ട വെയിലത്താണ് നമ്മൾ ഫോട്ടോ എടുക്കാൻ പോകുന്നത്. അപ്പം നമ്മൾ കാര്യത്തിന് ഇടണം. എനിക്കിതെല്ലാം മാറി ഇടുമ്പോൾ മുഖത്ത് എന്തൊക്കെ ഭാര്യയൊക്കെ ഫീലാണ്. ഞാൻ ഈ ഉപയോഗിക്കുന്ന സാധനങ്ങളുടെയൊക്കെ ഡീറ്റെയിൽസ് ആണെങ്കിൽ കമന്റ് ചെയ്താൽ മതി. ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. ഞാൻ ഭയങ്കര പൈകിയായിട്ട് സംസാരിക്കണം. വീഡിയോയിൽ കേൾക്കാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. കാര്യമായിട്ട് ഞാനൊന്നും ചെയ്യുന്നില്ല, ജസ്റ്റ് ഒരു ഗെറ്റ് റെഡി വിത്ത് അപ്പം നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് ഐബ്രോസ് ഫിൽ ചെയ്ത് കൊടുക്കാം. ഞാൻ ജസ്റ്റ് എൻ്റെ ഗ്യാപ്പുള്ള ഭാഗത്ത് മാത്രം ജസ്റ്റ് ഫിൽ ചെയ്ത് കൊടുക്കണുള്ളൂ. അപ്പോഴേ നമുക്കൊരു നാച്ചുറൽ ലുക്ക് കിട്ടുക. അല്ലെങ്കിൽ ദിഗംബരനെ പോലെ ഇരിക്കും. എനിക്കട്ടെ ജനലടങ്ങാണ്. അപ്പം തന്നെ നിങ്ങൾക്ക് ആ വ്യത്യാസം തിരിച്ചറിയാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു ഇത്. എനിക്ക് പറ്റുന്നുണ്ടോ, നിങ്ങൾക്ക് പറ്റുന്നോ ഇല്ലയെന്ന് എനിക്കറിയില്ല. നെക്സ്റ്റ് എനിക്ക് കണ്ടില്ല ഇവിടെയൊക്കെ കുറച്ച് പാടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് ഹൈഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് കളർ കറക്റ്റ് ഉപയോഗിച്ച് നമുക്ക് അതെല്ലാം ഹൈഡ് ചെയ്യാം. ആക്ച്വലി ഞാൻ പ്രൈമർ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇടുന്നില്ല. കാരണം കുറച്ച് സമയത്തേക്ക് വേണ്ടി മാത്രമാണ് നമ്മൾ ഈ മേക്കപ്പ് ഇരിക്കത്തുള്ളൂ എന്നല്ല, കുറച്ച് സമയത്തേക്ക് മാത്രമാണ് ചെയ്യുന്നത്. അപ്പോൾ അടുത്ത് പോയി 2 ഫോട്ടോസ് എടുക്കാൻ വലിയ രീതിക്കുള്ള ആഡംബരങ്ങളൊന്നും വേണ്ട. അതുകൊണ്ട് തന്നെ ഞാൻ പ്രൈമറൊന്നും യൂസ് ചെയ്യുന്നില്ല. ജസ്റ്റ് കറക്ഷൻ ചെയ്തിട്ട് ഐസും ചെയ്ത് ലിപ്സ്റ്റിക് പോയിട്ട് ബ്ലഷ് ഇട്ടിട്ട് നേരെ പോവാം. ഈ പണ്ടാരം ഒരു മറയുന്നില്ല ഗൈസ്. ഇനി എനിക്ക് കുറച്ച് ഡാർക്ക് സർക്കിൾസ് ഒക്കെ അധികമുണ്ട്. നമുക്കൊന്ന് ഫസ്റ്റ് ഞാൻ ഒരു ലൈറ്റ് ഓറഞ്ച് ഷെയ്ഡാണ് ബ്ലഷ് നിറച്ചെടുക്കുന്നത്. അതിനുശേഷം നമുക്ക് ഞാൻ ബ്രഷൊന്നും യൂസ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ബ്രഷ് യൂസ് ചെയ്യാം. ബ്രഷ് യൂസ് ചെയ്യുന്നതിനായിട്ട് കൈ യൂസ് ചെയ്യുന്നത് കുറച്ചും കൂടി കംഫർട്ട്. അതല്ല ബ്രഷ് പോയി എടുക്കണം ഗൈസ്, മടിയാണ്. ഇനി നമുക്ക് കുറച്ച് ഫൗണ്ടേഷൻ കൂടെ ഇടാം. കണ്ടോ, കുറച്ച് വെളുത്ത് പാറ് നിൽക്കട്ടെ. ഞാൻ സാധാരണ ഇതിപ്പോൾ എവിടെയെങ്കിലും പോകണമെങ്കിൽ ഞാൻ ഈ ഫൗണ്ടേഷൻ അങ്ങനെ ഒന്നും ഉപയോഗിക്കില്ല. ഇതിപ്പോൾ അടുത്ത് പോണത് കൊണ്ടാണ് ഒരു സമാധാനമുണ്ട്. ഇല്ലാതെ എനിക്ക് ഈ സാമഗ്രികളൊക്കെ വാരി ഇട്ടുകൊണ്ട് പോകുന്നത് എന്നെ കൊല്ലുന്നതിനെ തുല്യമാണ് ഗൈസ്. എന്നെപ്പോലെ ആരെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാം. ഇതെല്ലാം എത്തി വരിഞ്ഞെടുക്കണം. അതുകൊണ്ടാണ് ഞാൻ മെനക്കിടാത്തത്. ഇത് പോസ്റ്റ് ചെയ്യുമെന്ന് പോലും എനിക്ക് അറിഞ്ഞൂടാ. കാരണം ഇത് ലാസ്റ്റ് എടുത്ത് വരുമ്പോൾ കോമഡിയാവും. അതുകൊണ്ടാണ്. അതല്ലാതെ എനിക്ക് മേക്കപ്പ് ചേരൂലെന്ന് ആണ് എൻ്റെ ഒരു വിശ്വാസം. നിങ്ങൾ ലാസ്റ്റ് നോക്കിയിട്ട് കമന്റ് ചെയ്യുക എനിക്ക് മേക്കപ്പ് ചേരൂലേ എന്നുള്ളത്. കൊള്ളാല്ലേ? ഫൗണ്ടേഷൻ
സെറ്റപ്പ് ആയിരുന്നു. ലാസ്റ്റ് ഇത് എന്ത് പരിവമാവുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും ഇന്നെങ്കിലും ഞാൻ ഇത് അപ്ലോഡ് ചെയ്യണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അതുകൊണ്ട് ഞാൻ ചെയ്യും. ചെയ്തിട്ടാണ് നമ്മൾ ബ്ലഷ് ഇട്ട് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ബ്ലഷ് ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ഐ മേക്കപ്പ് ചെയ്യാം. വലിയ രീതിക്കുള്ള ഒരു ആഡംബരങ്ങളില്ല, ജസ്റ്റ് ഒരു ബ്രൗൺ ഷെയ്ഡ് മാത്രമേ ഞാൻ ഇട്ട് കൊടുക്കുന്നുള്ളൂ. മതി, ധാരാളം. പോയി ഗൈസ്. ഓക്കെ, ഇനി നമുക്ക് ഐലൈനർ വരയ്ക്കാം. ഈ വീഡിയോ അപ്ലോഡ് ചെയ്യണോ വേണ്ടതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ആകെ മൊത്തത്തിലൊരു കുളമായ ഫീലുണ്ട് എനിക്ക്. കുളമായാലും നിങ്ങൾ എന്താ കണ്ടോ, ഇത് കുറേ നാളായി ഈ ഒരു വീഡിയോ ഞാൻ എടുക്കാൻ തുടങ്ങിയിട്ടു. ഇന്നെങ്കിലും എനിക്ക് അപ്ലോഡ് ചെയ്യണം. അതിൽ അടിച്ച് ടെക്സ്ചറൊക്കെ കൊണ്ടല്ലേ. ഇനി നമുക്ക് പൗഡർ വെച്ച് സെറ്റ് ചെയ്യാം. ഇപ്പം എന്താണ് പണ്ടത്തെ അങ്ങനെയൊക്കെ എനിക്ക് ഫീൽ ചെയ്യുന്നു. ഈ ബ്ലൗസ് അങ്ങനത്തെ ബ്ലൗസ് ആയിപ്പോയി. അബദ്ധം പറ്റിയില്ല, തയ്ച്ചപ്പോൾ ഒരു മിസ്റ്റേക്ക് വന്നതാണ്. നമുക്ക് ലിപ്സ്റ്റിക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇവിടെ ലുക്ക് കംപ്ലീറ്റ് ആവും. ഈ വീഡിയോ ഞാൻ മിക്കവാറും വിടില്ല. ശുഭദിനം. അപ്പോൾ ഇതാണ് ഫൈനൽ ഗൈസ്. ഞാൻ ഇതിൽ എന്തൊക്കെയാണ് പറഞ്ഞതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുക. ചിലപ്പോഴേ ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുള്ളൂ. ഗൈസ്, എനിക്ക് മേക്കപ്പ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇനി ഞാൻ ഹെയറും കൂടെ സെറ്റ് ചെയ്തിട്ട് വരാം. ഇങ്ങനെയുണ്ട്. ഇപ്പം രസമുണ്ട്, പക്ഷേ തലമുടി എപ്പോഴും ഇങ്ങനെ കിടക്കില്ല. ഇങ്ങനെ നമ്മൾ വീട്ടിൽ നിൽക്കുമ്പോൾ എനിക്ക് മാത്രമുള്ള കുഴപ്പമാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. വീട്ടിൽ നിൽക്കുമ്പോൾ നമ്മൾ തലമുടിയൊക്കെ നല്ല അടിപൊളിയായിട്ടിരിക്കും. പക്ഷേ എവിടെയെങ്കിലും പോകാറുമ്പോൾ ഒരുമാതിരി ഞാൻ തലമുടി കിട്ടിയിട്ടുണ്ട്. എത്ര തലമുടി കിട്ടിയാലും അവസാനം ഞാൻ ഈ ഒരു ലുക്കിൽ വന്ന് നിൽക്കും. കമ്മലിടൂല. സാധാരണ ഞാൻ കമ്മലിടൂല. കമ്മലിട്ടപ്പോൾ കൊള്ളൂല ഗൈസ്. എല്ലാം ചെയ്ത് കമ്മലിടുമ്പോൾ ആ ഒരു ലുക്കിന് ഞാൻ കുളമാക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾ എൻ്റെ ഓൾമോസ്റ്റ് എല്ലാ വീഡിയോ എടുത്ത് നോക്കിയാൽ മതി, ഞാൻ കമ്മൽ ഇടാത്തൊരു വ്യക്തിയാണ്. ഞാൻ കമ്മൽ യൂസ് ചെയ്യൂല. കമ്മലിടുമ്പോൾ എനിക്ക് ഒരു ഫീലാണ്. കമ്മൽ എന്തായാലും ഞാൻ പൈസ കൊടുത്ത് വാങ്ങിച്ചതാണ്. അതുകൊണ്ട് ഞാൻ ഇടാന്ന് വിചാരിച്ചത്. കൊള്ളൂലെന്നാണ് എൻ്റെ നിൽക്കുന്നത്. എന്തായാലും കൊള്ളൂലെങ്കിൽ ഞാൻ ഇടും. നമുക്ക് ഷോറും ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ലുക്ക് കംപ്ലീറ്റ് ആകും ഗൈസ്. ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് വന്നിട്ട്. അത്രേ ഉള്ളൂ. ഇഷ്ടമായി കമൻറ്റ് ചെയ്യുക, ലൈക്ക്, ഷെയർ ചെയ്യുക. ഈ വീഡിയോ വന്നാൽ ഭാഗ്യം, വന്നില്ലെങ്കിൽ നിങ്ങൾ ആരും കാണില്ല. എന്നിൽ തന്നെ ഇടാൻ നല്ല ചെയ്യും. അപ്പോൾ ഇന്നത്തെ എടുത്തുള്ളൂ. ഇത് തന്നെ